ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇത് KVSന്റെ നമ്മുടെ തേർഡ് വീഡിയോ ആണ്. PRT ആദ്യം ചെയ്തിരുന്നു, നെക്സ്റ്റ് PGT ചെയ്തു, ഇനി ഇത് TGTയുടെ നമ്മുടെ ഈ 2025 KVS നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള TGTയുടെ നോട്ടിഫിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ TGT അപ്ലൈ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളും ഇത് തുടക്കം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉടൻ തന്നെ അവർ ഡിക്ലെയർ ചെയ്യും. ഓക്കെ, ആ സമയത്ത് അതിൻ്റെ ലിങ്ക് എല്ലാം അവൈലബിൾ ആവും. അപ്പോൾ മാത്രം നമ്മൾ ലിങ്ക് ഇതിൽ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ, എത്രത്തോളം പോസ്റ്റുകളുണ്ട്, ക്വാളിഫിക്കേഷൻ എന്തെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് KVSുമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് KVS എന്തെല്ലാം അറിയണമെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ സിലബസിനെ കുറിച്ച്, എക്സാം പാറ്റേണിനെ കുറിച്ച്, മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച്, നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച്, നിങ്ങളുടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സംശയമുള്ള ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ, ഏജിന്റെ കാര്യം, ഇതെല്ലാം ആ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണുന്നവര് എന്ത് ചെയ്യുക, ആ വീഡിയോ ആദ്യം കാണുക, കണ്ടിട്ട് നിങ്ങൾ ഇതിലേക്ക് വരിക. ഓക്കെ, അപ്പൊ ഒന്ന് കറക്റ്റ് കാര്യങ്ങൾ ഫുള്ള് ക്ലിയർ ഔട്ട് ആവും. ഓക്കെ, ആ വീഡിയോ ജസ്റ്റ് ഇതിൽ എന്ത് ചെയ്യാം, ക്യാഡായിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ആദ്യം ഒന്ന് കാണണം കേട്ടോ. KVS എന്തെല്ലാം എന്നുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം. അതിലാണ് ഫുള്ള് ഡീറ്റെയിൽസ് പറയുന്നത്. അതിന്റെ ബാക്കിയുള്ള വാക്കൻസികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ എന്തും ആയിക്കോട്ടെ, ക്ലിയർ ആകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കോൾ ചെയ്ത് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ വഴി കോൾ ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയത്തിന് അറുതി വരുത്തുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ KVSനെ പോലെ തന്നെ മുമ്പ് വിളിച്ചിരുന്നതും അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതും ഇന്ന് അതിന്റെ കറക്ഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതും RRB റെയിൽവേ. ഓക്കെ, RRB റെയിൽവേ ടീച്ചറിന്റെ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് അഡ്മിഷൻ നടക്കുകയാണ്. ഇന്നും നാളെയും കൂടി മാത്രമേ, നാളെയും അഡ്മിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അഡ്മിഷൻ എൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ താല്പര്യമുള്ളവർക്ക് RRB ടീച്ചറിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യാൻ ഫീ എന്ന് പറയുന്നത് 599 മാത്രമാണ്. നിങ്ങൾക്ക് ഒരു 50% ഓഫർ പ്രകാരം 50% ഓഫർ നൽകിക്കൊണ്ട് 599 രൂപ മാത്രമാണ് അതിന്റെ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തോ വിളിച്ചോ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ ഒക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. അതുകൂടാതെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിലേക്ക് ജോയിൻ ചെയ്തതിനുള്ള ലിങ്ക് അവൈലബിൾ ആണ്. അതുപോലെ KVS ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് KVSന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റ് NSന്റെ നാച്ചുറൽ സയൻസിന്റെ ബാച്ച് അഡ്മിഷൻ നടക്കുന്നുണ്ട്. LPUP ലോങ് ടേം, അതുപോലെ HSA ജനറൽ, ഇതിന്റെ എല്ലാം ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്കും വേണ്ടിയും താഴെ ലിങ്ക് അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് സെക്ഷനിലും ലിങ്ക് അവൈലബിൾ ആണ് ഇതിന്റെയൊക്കെ. അതുകൂടാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ നമ്പറിൽ 77 36 75 0473 എന്ന് പറഞ്ഞ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചോ വാട്സപ്പ് മെസ്സേജുകളിലൂടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലാസ് വരുന്നത് ലൈവ് ക്ലാസ് എല്ലാത്തിൻ്റെയും ഇനി നടക്കാൻ പോകുന്നതും, അതായത് കൂടാതെ CTETന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഏത് ക്ലാസ് ആയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസ് ആണ്, പ്ലസ് റെക്കോർഡ് ഉണ്ടായിരിക്കും, ഫുൾ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും, ഫുൾ റെക്കോർഡ് പ്ലസ് ലൈവ് പ്ലസ് നിങ്ങളുടെ മെറ്റീരിയൽസ് PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും, വിത്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PYQ മോഡ് ഓഫ് എക്സാംസ് ഇതെല്ലാം ഉണ്ട്. ഇതാണ് കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് അടുത്തതിലേക്ക് വരാം. ഓക്കെ, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള എല്ലാ തരത്തിലുള്ള ഒതന്റിക് ആയിട്ടുള്ള ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോസും പെയ്ഡ് ക്ലാസ്സുകളും ഫ്രീ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നൽകുന്ന ചാനലായിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ TGT. ഓക്കെ,
ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ KVS 2025 ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ലാംഗ്വേജ് ആണ് കേട്ടോ. ലാംഗ്വേജ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇന്നലെ ഫസ്റ്റ് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള ഹിന്ദി പഠിച്ചവരുണ്ടായിരിക്കും, ഹിന്ദി പഠിച്ചുകൊണ്ടായിരിക്കും. അത് കൂടാതെ സംസ്കൃതം പഠിച്ചവര് ഒരു ജോലി ഇല്ലാതെ നിൽക്കുന്നവരുണ്ടായിരിക്കും. സംസ്കൃതം പഠിച്ചിട്ട് അതിന് BEdും അതിന് CTETും ഉള്ളവരുണ്ടെങ്കിൽ, അതിന് BEdും അതിന് CTET-2 ഉള്ളവരുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് KVSന്റെ ക്വാളിഫിക്കേഷൻ? TGT അപ്ലൈ ചെയ്യണമെങ്കിൽ CTET മസ്റ്റ് ആണ്, CTET-2 ആവശ്യമാണ്, മസ്റ്റായിട്ടും CTET-2 ആവശ്യമാണ്. അപ്പൊ CTET-2 ഉണ്ടെങ്കിൽ മാത്രമേ എന്തെഴുതാൻ പറ്റുള്ളൂ, TGT അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സംസ്കൃതം പഠിച്ചവര്, അതുപോലെ തന്നെ സംസ്കൃതം അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ കാര്യം. അപ്പൊ നോക്കിക്കോളേ, ഇതിന്റെ വേക്കൻസികൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതാണ് TGT ഹിന്ദി എന്ന് പറയുന്നത് 2284 വേക്കൻസിയാണ്. TGT സംസ്കൃതം എന്ന് പറയുന്നത് 1503 വേക്കൻസി. TGT ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 2767 വേക്കൻസി. നോക്കിക്കൊള്ളണം. അപ്പൊ നിങ്ങളിത് അപ്ലൈ ചെയ്യണമോ, പഠിക്കണമോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇനി ഇതിന്റെ സാലറി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് 7th പേ മാട്രിക്സ് ആണ്. 7th പേ മാട്രിക്സ് അനുസരിച്ച് 44,900 1,42,000 1.5 ലക്ഷം രൂപ. അപ്പൊ ഏകദേശം തുടക്കത്തിൽ ഒരു 80,000 രൂപയോളം സാലറി ലഭ്യമാകുന്ന സ്റ്റാർട്ടിങ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന ജോലി കിട്ടി സ്റ്റാർട്ടിങ് 80,000ഓളം സാലറി വാങ്ങിക്കാൻ പറ്റുന്ന, അത് അതിന്റെ അപ്ഗ്രേഡ് 1.5 ലക്ഷം രൂപ വരെയുള്ള സാലറി സ്കെയിലാണ്. വേക്കൻസി ധാരാളമായിട്ടുള്ള വേക്കൻസി അല്ലേ ടീച്ചറിന്റെ ഹിന്ദിക്കും സംസ്കൃതത്തിനും ഇംഗ്ലീഷിനും. അപ്പം പോന്നോളൂ, അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നോളൂ. നിങ്ങളെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ച് തയ്യാറായിരുന്നോളൂ. ഉടൻ തന്നെ അപ്ലൈ ഉള്ള ലിങ്കും അവൈലബിൾ ആകുന്നതായിരിക്കും. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഏജ് വൈസിന്റെ ക്ലാസിഫിക്കേഷൻ, ഏജ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നന്നായിട്ട് കാണുക. ഇതിൽ പറഞ്ഞ സമയം ഞാൻ കളയുന്നില്ല. നെക്സ്റ്റ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ഈ TGT സംസ്കൃതവും TGT ഇംഗ്ലീഷും TGT ഹിന്ദിയും എഴുതാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ട് നമുക്കറിയാം. ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഡിഗ്രി വേണം, പ്ലസ് BEd വേണം, പ്ലസ് CTET-2 വേണം. ഇതാണ് ബേസിക്. അതിൽ എന്തൊക്കെ ഡിഗ്രി, എന്തൊക്കെ എങ്ങനെയാണെന്നുള്ളത് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കാം. ഇന്റഗ്രേറ്റഡ് കോഴ്സ് പഠിച്ചവർക്ക് പറ്റും. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാത്തിനും 50% മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. നിങ്ങളുടെ ഡിഗ്രിക്കും BEdനൊക്കെ 50% മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം എന്നുള്ളത് നിബന്ധനയുണ്ട്. അപ്പൊ ഇന്റഗ്രേറ്റഡ് കോഴ്സ് പഠിച്ചവർക്ക് ചെയ്യാം. അതായത് ഡിഗ്രിയും BEdും കൂടെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവർക്ക്, അങ്ങനെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ കോഴ്സുകൾ ഇതിലെല്ലാം അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളത് എന്താ പറയാ, പോസ്റ്റ് ഗ്രാജുവേഷൻ കൺസിഡേർഡ് സബ്ജക്ട് വിത്ത് മിനിമം 55% ഇക്വലന്റ് ഗ്രേഡ് വിത്ത് 3 year ഇന്റഗ്രേറ്റഡ് BEd എമ്മോഡർ NCET. ഈ എന്താ പറയുക, അതിന് ഇന്റഗ്രേറ്റഡ് കോഴ്സിന്റെ കാര്യവും പറയുന്നുണ്ട് ഇവിടെ കേട്ടോ. അല്ലാതെ ഈ ഡിഗ്രി പ്ലസ് BEd പ്ലസ് CTET അല്ലാതെ ഇന്റഗ്രേറ്റ് ആയിട്ട് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അതിന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് കോമ്പീറ്റൻസ് ടീച്ച് ത്രൂ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാന്നുള്ളതാണ്. സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് ആകുമ്പോൾ ഇംഗ്ലീഷിൽ ഹിന്ദിയിലൊക്കെ പഠിപ്പിക്കാൻ അറിയാന്നുള്ള കാര്യം. അത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട, ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യൂ, പഠിക്കൂ, CBTക്ക് 1ാം റാങ്കിലേക്ക് വരൂ. അതിനുശേഷം നമുക്ക് ചിന്തിക്കാൻ പറ്റത്. അതിന്റെ കൂടെ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചോളും ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. TGT ഹിന്ദി ഇംഗ്ലീഷ്. ഇനി അതില് പോസ്റ്റ് വൈസ് ലാംഗ്വേജ് ക്ലാസിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നത്. ഒന്നാമത്തെ, ഫോർ TGT ഹിന്ദി studied Hindi as an elective main subject at least 3 years 6 semester course. അതായത് ഹിന്ദി മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. TGT ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കണം. TGT സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കണം. അത് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഡിഗ്രി ആകുമ്പോൾ ഏത് ഡിഗ്രി, ഇപ്പൊ ഹിന്ദി ടീച്ചർ ആവാനായിട്ട് ഡിഗ്രി ഹിന്ദി വേണം, സംസ്കൃതം ടീച്ചർ ആവാനായിട്ട് ഡിഗ്രി സംസ്കൃതം വേണം, ഇംഗ്ലീഷ് ടീച്ചർ ആവാനായിട്ട് ഡിഗ്രി ഇംഗ്ലീഷ് വേണം. അതായത് നിങ്ങളുടെ ഡിഗ്രിയുടെ പേര് അങ്ങനെ തന്നെ ആയിരിക്കണം. ബാച്ചലർ ഓഫ് ഹിന്ദി,
ബാച്ചുലർ ഓഫ് സംസ്കൃതം, ബാച്ചുലർ ഓഫ് ഇംഗ്ലീഷ്, ദാറ്റ് ഈസ് ദ ഇലക്ടീവ് സബ്ജക്ട് എന്ന് പറയുന്നത്, മെയിൻ സബ്ജക്ട്. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ്. പ്ലസ് ഞാൻ പറഞ്ഞു ബി എഡ് വേണം. ഓക്കെ, പ്ലസ് ബി എഡ് വേണം. അതുപോലെ തന്നെ സി-ടെറ്റ് പ്ലസ് ബി എഡ് പ്ലസ് സി-ടെറ്റ് 2. ഓക്കെ, ഇതിനൊക്കെ 50% മാർക്കും ഉണ്ടായിരിക്കണം. ഇതാണ് ലാംഗ്വേജിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പോസ്റ്റിന്റെ എണ്ണമൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ പറയണം. 2284 ഹിന്ദി, 1503 സംസ്കൃതം, 2767 ഇംഗ്ലീഷ് ആണ്. ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാം. എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, മാൻഡേറ്ററി അല്ല. ഓക്കെ, കമ്പ്യൂട്ടർ നോളജ് ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം. ഓക്കെ, ഇപ്പൊ എല്ലാത്തിലും അങ്ങനെയാണല്ലോ, ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം, അല്ലാതെ ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ അതെല്ലാം മീൻസ് അത്യാവശ്യമുള്ള സാധനങ്ങളല്ല. അതുണ്ടായിരുന്ന കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ. നമ്മുടെ സയൻസ് വിഭാഗമാണ് കേട്ടോ, ഏറ്റവും കൂടുതൽ പേര് അന്വേഷിക്കുന്ന സയൻസ് വിഭാഗമാണ്. ഓക്കെ, സയൻസില് മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ് എന്നുള്ളതാണ്. അതിൽ കുറെ വ്യത്യാസങ്ങൾ വരും, ഞാൻ പറഞ്ഞു തരാം അത് ഓരോന്നായിട്ട്. നമുക്ക് ആദ്യം വേക്കൻസി നോക്കാം. വേക്കൻസി നോക്കുമ്പോഴത്തേക്ക് മാത്സ് എന്ന് പറയുന്നത്, മാത്സിന്റെ ടോട്ടൽ വേക്കൻസി 2795, ഏകദേശം 3000ഓളം പോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒന്നാണ് TGT മാത്സ് പഠിച്ചവര് ശ്രദ്ധിക്കുക. 2795, 3000 വേക്കൻസി, 3000 പോസ്റ്റുകൾ മാത്സുകാർക്ക് വേണ്ടി. HSA മാത്സ്, TGT മാത്സ്. അത് TGT സയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് 2000ഓളം വേക്കൻസി, 1859, ഏകദേശം 2000ഓളം വേക്കൻസി വരുന്നു TGT സയൻസ്. അത് TGT സോഷ്യൽ സയൻസ് SS വരുമ്പോഴത്തേക്ക് 2500ഓളം, 2367 വേക്കൻസി. ആലോചിച്ച് നോക്കിയേ അല്ലേ, ഏകദേശം 2500ഓളം വേക്കൻസി. അപ്പം SS-ന് 2500, സയൻസിന് 2000, മാത്സിന് 3000 വേക്കൻസി അവൈലബിൾ ആയിരിക്കുകയാണ്. പേ മാട്രിക്സ് നേരത്തെ പറഞ്ഞ എല്ലാത്തിനും സെയിം ആണ്. 1,44,000 വരെയുള്ള 42,000 വരെയുള്ള തുടക്കത്തിൽ 75,000-80,000 രൂപയോളം സാലറി ലഭ്യമായി തുടങ്ങുന്ന പേ സ്കെയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ജോലി കിട്ടുന്ന സമയത്ത് 8th വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഇത് പേ സ്കെയിൽ മാത്രമാണ്, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല അവർ. ഓക്കെ, പിന്നെ പ്രായപരിധിയുടെ കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല, അത് നമ്മുടെ വീഡിയോയിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞ സമയം കൂട്ടുന്നില്ല ഇവിടെയും. ഓക്കെ, ഇനി ഇതിന്റെ ഈ സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ബേസിക് ക്വാളിഫിക്കേഷൻ? ആ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിലെ ഡിഗ്രി പ്ലസ് പറഞ്ഞിരിക്കുന്നതിലുള്ള BEd പ്ലസ് സി-ടെറ്റ് 2. ഓക്കെ, ഈ BEd-നും ഡിഗ്രിക്കും 50% മാർക്ക്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതിന്റെ ഓരോ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ആ സ്പെസിഫിക്കേഷൻ കൂടെ നിങ്ങൾ നോക്കുക. TGT മാത്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മാത്സ് മെയിൻ എടുത്ത് പഠിച്ചിരിക്കണം. ഓക്കെ, മാത്സ് മെയിൻ എടുത്ത് പഠിച്ചിരിക്കണം. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, TGT മാത്സിന്റെ കാര്യത്തില് പിന്നെ മാത്സ് എന്ന് പറയുമ്പോഴത്തെ അതിന്റെ സബ്സിഡിയറി പോർഷൻസ്, സബ് ഫിസിക്സ് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റ്. ഓക്കെ, ഇതൊക്കെ സബുള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. സബ്സിഡിയറി ആയിട്ട് മെയിൻ മാത്സ് ആയിരിക്കണം. മാത്സിന്റെ സബായിട്ട് വരേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റ് എന്നിവയൊക്കെയാണ്. ആ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് എന്ന് പറയുന്നത് ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. ഓക്കെ, അങ്ങനെ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. അതുപോലെ കാൻഡിഡേറ്റ്സ് വിത്ത് BSc ഓണേഴ്സ് ഫിസിക്സ് ഓർ കെമിസ്ട്രി ആർ നോട്ട്, അതായത് BSc ഓണേഴ്സ് ആയിട്ട് ഫിസിക്സും കെമിസ്ട്രി മെയിൻ എടുത്ത് പഠിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല.
എന്നും പറയുന്നുണ്ട്. കാരണം ഫിസിക്സ് കെമിസ്ട്രി മെയിൻ എടുത്ത് പഠിക്കുന്നവർ ചിലപ്പോൾ സബ് മാത്സ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അറിഞ്ഞല്ലോ. ഇനി TGT സയൻസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ബയോളജി, ലൈഫ് സയൻസ്, ബോട്ടണി, സുവോളജി. ഓക്കെ, അപ്പൊ ബയോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാം, ലൈഫ് സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാം, ബോട്ടണിക്കാർക്ക് അപ്ലൈ ചെയ്യാം, സുവോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാം. മെയിൻ ഇത് ബയോളജി മെയിൻ ആയിട്ട് പഠിച്ചവര്, ലൈഫ് സയൻസ് മെയിൻ ആയിട്ട് പഠിച്ചവർക്ക്, ബോട്ടണി മെയിൻ ആയിട്ട് പഠിച്ചവർക്ക്, സുവോളജി മെയിൻ ആയിട്ട് പഠിച്ചവർക്ക്, ഇത്രയും പേർക്ക് TGT സയൻസിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫൈ തന്നെ പറയുന്നുണ്ട്, ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് മെയിൻ ആയിട്ട്, അതിൽ സബ് ആയിട്ട് കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, കെമിസ്ട്രിയോ ബോട്ടണിയോ സുവോളജിയോ. ഓക്കെ, ബോട്ടണി പഠിക്കുമ്പോൾ കെമിസ്ട്രിയും സുവോളജിയും സബ് ആയിരിക്കണം, സുവോളജി പഠിക്കുമ്പോൾ കെമിസ്ട്രിയും ബോട്ടണിയും സബ്സിഡിയറി ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞവർക്ക് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഉപയോഗിച്ച് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഇതാണ് ഏതിന്റെ TGT സയൻസിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. നിങ്ങൾ റെയിൽവേ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, TGT സയൻസിന് ഈ ബയോളജിയും ലൈഫ് സയൻസും ബോട്ടണിയും സുവോളജിയും മാത്രമല്ല, അവിടെ ഫിസിക്സുകാരെയും കെമിസ്ട്രിക്കാരെയൊക്കെ TGT സയൻസിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ TGT സയൻസ് വിളിക്കുമ്പം അവിടെ വേറൊരു പോസ്റ്റ് കൂടെ അവൈലബിൾ ആയിരുന്നു, TGT ബയോളജി എന്ന് പറയുന്നത്. ബയോളജിയിൽ മാത്രമാണ് അവിടെ റെയിൽവേയിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ കൊടുത്തിരുന്നത്. ബാക്കി TGT സയൻസിൽ അവിടെ ബോട്ടണിക്കാർക്കും സുവോളജിക്കാർക്കും ബയോളജിക്കാർക്കും ലൈഫ് സയൻസുകാർക്കും ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യായിരുന്നു മെയിൻ, അത്രയും വിഷയങ്ങൾ മെയിൻ എടുത്തവർക്ക്. പക്ഷെ ഇവിടെ വരുമ്പോൾ അതില്ല. ഇവിടെ TGT സയൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബയോളജി മെയിൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലൈഫ് സയൻസ് മെയിൻ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ബോട്ടണി മെയിൻ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ സുവോളജി മെയിൻ പഠിച്ചിരിക്കണം. ഓക്കെ, റെഡി ആണെന്ന് കരുതുന്നു. അതിന്റെ സബ് എന്തായിരിക്കണം എന്നുള്ളതും അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത സോഷ്യൽ സയൻസിന്റെ കാര്യവും ശ്രദ്ധിച്ച് കേട്ടോളണം. സോഷ്യൽ സയൻസ് ശ്രദ്ധിച്ച് കേട്ടോളണം. ഓക്കെ, 2500ഓളം പോസ്റ്റുകളാണ്. സ്റ്റഡീഡ് എനി 2 സബ്ജക്ട്സ് ഔട്ട് ഓഫ് ഹിസ്റ്ററി, ജിയോഗ്രഫി, economics and political science during graduation, after which one must be either history or geography, at least 3 year or 6 semester of course, elective main subject, second subject at least 1 year, any 2 semesters of the course. പറഞ്ഞു തരാം ഡീറ്റെയിൽ എന്താണെന്നുള്ളത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പറഞ്ഞു തരാം. ഓക്കെ, അതായത് ഈ സോഷ്യൽ സയൻസിന് അപ്ലൈ ചെയ്യുന്നവര്, സോഷ്യൽ സയൻസ് അപ്ലൈ ചെയ്യാനുള്ളവർക്കുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സ്പെസിഫൈഡ് ചെയ്ത് വിളിക്കും. കാരണം PGT ആകുമ്പോഴത്തേക്ക് ഹിസ്റ്ററി എന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. TGTക്ക് അങ്ങനെയല്ല, TGTക്ക് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ സോഷ്യൽ സയൻസ് എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഹിസ്റ്ററി മെയിൻ പഠിച്ചവർക്ക്, ജിയോഗ്രഫി മെയിൻ പഠിച്ചവർക്ക്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചവര്, ഓക്കെ, ഇവർക്കൊക്കെ സോഷ്യൽ സയൻസ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇത് ഈ ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് അറ്റ്ലീസ്റ്റ് ഈ 2 സബ്ജക്റ്റെങ്കിലും നിങ്ങളുടെ ഡിഗ്രിയിൽ ഉണ്ടായിരിക്കണം ഡ്യൂറിംഗ് ഗ്രാജുവേഷൻ, ഔട്ട് ഓഫ് വിച്ച് 1 മസ്റ്റ് ബി എയ്തർ ഹിസ്റ്ററി, ജിയോഗ്രഫി ഇൻ അറ്റ്ലീസ്റ്റ്. ഓക്കെ, അതായത് ഈ കോഴ്സ് പഠിക്കുമ്പോൾ ഹിസ്റ്ററി മെയിൻ എടുത്ത് പഠിച്ചു, ജിയോഗ്രഫി മെയിൻ എടുത്ത് പഠിച്ചു, എക്കണോമിക്സ് മെയിൻ എടുത്ത് പഠിച്ചു, പൊളിറ്റിക്കൽ സയൻസ് മെയിൻ എടുത്ത് ഇത് മെയിൻ എടുത്ത് പഠിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങളുടെ ഗ്രാജുവേഷനിൽ എന്താണ്, ഔട്ട് ഓഫ് വിച്ച് 1 മസ്റ്റ് ബി എയ്തർ ഹിസ്റ്ററി ഓർ ജിയോഗ്രഫി. പഠിക്കുന്ന കോഴ്സുകളിൽ ഒന്നുകിൽ ഹിസ്റ്ററി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ജിയോഗ്രഫി ഉണ്ടായിരിക്കണം. അതായത് ഹിസ്റ്ററി, ഇപ്പം BA ഹിസ്റ്ററി സബില് ജിയോഗ്രഫി വന്നിരിക്കണം, അല്ലെങ്കിൽ തിരിച്ച് ജിയോഗ്രഫി പഠിക്കുമ്പോൾ അതിൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നിരിക്കണം. ഇനി BA എക്കണോമിക്സ് പഠിക്കുമ്പോൾ അതിൽ ഹിസ്റ്ററിയോ ജിയോഗ്രഫിയോ വന്നിരിക്കണം സബായിട്ട്. ഇനി പൊളിറ്റിക്കൽ സയൻസ് മെയിൻ എടുത്ത് പഠിക്കുന്നു, അതിൽ ഹിസ്റ്ററിയോ ജിയോഗ്രഫിയോ ഉണ്ടായിരിക്കണം സബായിട്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് TGT സോഷ്യൽ സയൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അതാണ് TGT സോഷ്യൽ സയൻസിന്റെ എക്സാം എന്ന് പറയുന്നത്, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാലോ CTET 2. അപ്പൊ ഇതിനെല്ലാം 50% മാർക്കാണ്. CTET 2 വേണം. ഓക്കെ, CTET 2 ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകുമ്പോഴത്തേക്ക്
TGT ആർട്ട് എഡ്യൂക്കേഷൻ, ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്ന ഒന്നാണ് TGT ആർട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. TGT ആർട്ട്, ഓക്കെ, അതും നമ്മൾ ഞെട്ടിപ്പോവും. TGT ആർട്ട് എഡ്യൂക്കേഷനിൽ എത്ര വേക്കൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TGT ആർട്ടില് 1298 വേക്കൻസി, ഏകദേശം 1300ഓളം ആർട്ട് ടീച്ചറിനെ വിളിച്ചിരിക്കുക. പേ സ്കെയിൽ നേരത്തെ പറഞ്ഞു തന്നെയാണ്. പ്രായപരിധി മറ്റു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് കാണുക. ഓക്കെ, ഇനി അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചുള്ളൂ. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, സ്കൾപ്ചർ, ഗ്രാഫിക് ആർട്ട്, fine arts from recognized university with at least 50% mark provided the candidate should have studied drawing and painting as a main subject in the year of degree. With a B.Ed വേണം, B.Ed degree at least 50% മാർക്ക്. ഈ ഒരു കാര്യത്തില് വേറൊരു കാര്യം ഇവിടെ പറയുന്നില്ല. ആർട്ട് ടീച്ചറിന്റെ കാര്യത്തില് CTET-ന്റെ കാര്യം മിണ്ടുന്നില്ല. ആർട്ട് ടീച്ചറിന്റെ കാര്യത്തില് CTET എന്നുള്ളൊരു കാര്യം ഇവിടെ വിവക്ഷിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആർട്ട് ടീച്ചറിന് CTET വേണ്ട. ഓക്കെ, ആർട്ട് ടീച്ചറിന്റെ കാര്യത്തിൽ CTET വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് ഡിഗ്രി. ഏതിലെ ഡിഗ്രി? എന്തിലൊക്കെയുള്ള? പെയിന്റിങ്ങിലുള്ള ഡിഗ്രി, അല്ലെങ്കിൽ സ്കൾപ്ചറിങ്ങിലുള്ള ഡിഗ്രി, കൊത്തുപണിയില്ലേ, സ്കൾപ്ചറിങ്ങിലുള്ള ഡിഗ്രി, അല്ലെങ്കിൽ ഗ്രാഫിക് ആർട്ടിലുള്ള ഡിഗ്രി, അല്ലെങ്കിൽ ഫൈൻ ആർട്ടിലുള്ള ഡിഗ്രി. ഇത് കൂടാതെ പ്ലസ് ഇതിന്റെ B.Ed ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഓക്കെ, ഇതിനൊക്കെ എക്സ്പീരിയൻസ് വളരെ മെയിൻ ആയിട്ട് വരും. വർക്കിംഗ് എക്സ്പീരിയൻസ്, വർക്കിംഗ് നോളജ് ഒക്കെ വളരെ നല്ലതായിട്ട് വരും. പക്ഷെ അത് മാൻഡേറ്ററി അല്ല. ഓക്കെ, 100% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ. 1300ഓളം പോസ്റ്റുകളുണ്ട്. ആർട്ട് ടീച്ചർ, പെയിന്റിംഗ് പഠിച്ചവര്, BA പെയിന്റിംഗ് പഠിച്ചവര്, ബാച്ചലർ ഓഫ് ആർട്സ് പെയിന്റിംഗ്, ബാച്ചലർ ഓഫ് ആർട്സ് സ്കൾപ്ചറിംഗ്, ബാച്ചലർ ഓഫ് ആർട്സ് ഗ്രാഫിക് ആർട്ട്, ബാച്ചലർ ഓഫ് ആർട്സ് ഫൈനാൻസ്, ഇതൊക്കെ പഠിച്ചവർക്ക് പ്ലസ് B.Ed കൂടെ ഉള്ളവര് പോന്നോളൂ, അപ്ലൈ ചെയ്യാൻ തയ്യാറായിരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത TGT പോസ്റ്റ് എന്ന് പറയുന്നത് TGT വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറാണ്. ഇതും ധാരാളം പേര് അന്വേഷിക്കുന്നതാണ്. വർക്ക് എക്സ്പീരിയൻസ് ടീച്ചർ, അതിന്റെ നിങ്ങൾ ആലോചിച്ച് നോക്കി. വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറിന്റെ പോസ്റ്റ് 1315, ഏകദേശം 1400ഓളം പോസ്റ്റ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പേ മാട്രിക്സും കാര്യങ്ങളെല്ലാം അത് തന്നെയാണ്. നമ്മുടെ പ്രായപരിധി കാര്യങ്ങളെല്ലാം മറ്റു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ ഒന്ന് കാണണം എല്ലാവരും തീർച്ചയായിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ കൂടെ പറയാം. ഓക്കെ, ക്വാളിഫിക്കേഷൻ ആണല്ലോ മെയിൻ ആയിട്ട് വേണ്ട നമുക്ക്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ബാച്ചിലർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതായത് നിങ്ങൾക്ക് ബാച്ചലർ ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവര്, ബാച്ചലർ ഓഫ് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക്, അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഒന്ന് ഇലക്ട്രിക്കൽ പഠിച്ചവർക്ക് ചെയ്യാം, ഇലക്ട്രിക്കല്, മറ്റത് ഇലക്ട്രോണിക്സ്, ബാച്ചലേഴ്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബാച്ചലർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചവർക്ക് ഇലക്ട്രോണിക്സ്, പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചവർക്ക്, ഇത്രയും. അപ്പൊ എന്തൊക്കെയാണ്? ബാച്ചലർ ഓഫ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ബാച്ചലർ ഓഫ് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ്, ബാച്ചലർ ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇതിനൊക്കെ ബാച്ചലർ ഡിഗ്രി പ്ലസ് B.Ed ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പെർസെന്റേജ് നേരത്തെ പറഞ്ഞാണ് 250% മാർക്ക് എന്നുള്ള കാര്യം പറഞ്ഞാണ്. ഓക്കെ, ഇതിലും എന്ത് വേണ്ട? ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർട്സ് പഠിക്കുന്ന നമ്മുടെ നേരത്തെ ആർട്ട് ടീച്ചറിന്റെ കാര്യം പറഞ്ഞ പോലെ CTET വേണ്ട എന്നുള്ള കാര്യമാണ്. CTET വേണ്ട എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, CTET ആവശ്യപ്പെടുന്നില്ല. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ആർട്ട് ടീച്ചറിന്റെ കാര്യം പറയുമ്പോഴും എന്താണ്, 100%
എന്താണ് റിക്രൂട്ട്മെന്റ് വേറെ പോസ്റ്റിംഗ് ഒന്നുമില്ല. ഉള്ളി എല്ലാ പോസ്റ്റും ഈ 1400 പോസ്റ്റും ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഇവിടെയും CTET-നെ കുറിച്ച് വിവക്ഷിക്കുന്നില്ല. CTET വേണ്ട. ഇവിടെയും ആർട്ട് ടീച്ചറിനും നമ്മുടെ വർക്ക് ടീച്ചറിനും. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ TGT KVS വിളിച്ചിരിക്കുന്നത്. ഓക്കെ. ഇതിനോടൊപ്പം തന്നെ വിളിച്ചതാണ് NVS, നവോദയ വിദ്യാലയ സമിതി. അത് ഇതിന്റെ ബാക്കിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഡ്രൈവർ പോസ്റ്റ് നോൺ ടീച്ചിങ് സെപ്പറേറ്റ് ഉണ്ട്, നോൺ ടീച്ചിങ്ങിന്റെ സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്. കാണുക. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അയക്കാനായിട്ട് തയ്യാറായിക്കോളൂ. ഉടൻ തന്നെ അതിന്റെ ലിങ്കുകളെല്ലാം അവൈലബിൾ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുക, സംശയം ചോദിക്കുക, വിളിക്കുക. അതോടൊപ്പം തന്നെ വിളിച്ചു ചോദിക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനുള്ള കാര്യമാണെങ്കിൽ വിളിച്ചു ചോദിക്കുക. തീർച്ചയായിട്ടും കൊളെടുക്കുകയും നിങ്ങളുടെ സംശയങ്ങൾക്ക് അറുതി വരുത്തുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കുകൾ വഴി ജോയിൻ ചെയ്യാം. പിന്നെ RRB എത്രയും പെട്ടെന്ന് അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ എത്രയും RRB ടീച്ചിങ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ NS നാച്ചുറൽ സയൻസിലേക്കോ HSA ജനറൽ ബാച്ചിലേക്കോ LP UP ലോങ് ബാച്ചിലേക്കോ ജോയിൻ ചെയ്യാവുന്നവർക്കും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നിങ്ങളോട് ഈ TGT പറ്റി, KVS-ന്റെ 2025 TGT പറ്റി പറയാനുള്ളത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഒന്നുകൂടി ആശംസിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. വന്ദേ മാതരം.